ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങി 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതുവരെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ഏതാണ് എന്നൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് പ്ലെയർ ഏതാണോ ഒന്നുമുള്ളൊരു സെലക്ട് ചെയ്യാനുള്ളൊരു അവസരം നമുക്കിതുവരെ എത്തിയിട്ടില്ല. അതുമാത്രമല്ല, നല്ല നല്ല ഗെയിമുകൾ ഇതുവരെ ബിഗ് ബോസ് ആണെങ്കിലും കൊടുത്തിട്ടില്ല. മൊത്തത്തിലൊരു കോഓർഡിനേഷൻ്റെ കുറവ് കാണുന്നുണ്ട്. ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും അനീഷാണ് ക്യാപ്റ്റൻ, എന്നിരുന്നാലും അവിടെ ക്യാപ്റ്റന് യാതൊരു തരത്തിലുള്ള വോയിസോ കാര്യങ്ങളോ ഇല്ല. ക്യാപ്റ്റൻ പറയുന്നത് മറ്റുള്ളവരും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും ഇവരെല്ലാം ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പവർ ക്യാപ്റ്റൻ കാണിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അവരുടെ ഏജിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ഓരോരുത്തരുടെ ഏജ് എത്രയായിരിക്കാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോഷ്യൽ മീഡിയ താരമായിരിക്കുന്ന റെന ഫാത്തിമയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് റെന ഫാത്തിമ. റെന ഫാത്തിമ ജനിച്ചത് സെപ്റ്റംബർ 13, 2005. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വയസ്സ് 19. അടുത്തത് RJ ആയിട്ടുള്ള ബിൻസി ജനിച്ചത് ഒക്ടോബർ 18, 1999. ഇപ്പോഴത്തെ വയസ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ 25. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോഡലും ആക്ടറും ആയിട്ടുള്ള ആര്യനാണ്. ആര്യൻ ജനിച്ചത് മെയ് 4, 1999. ഇപ്പോൾ വയസ്സ് 26. അടുത്തതായിട്ട് നമ്മുടെ BB ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ കപ്പിൾസ്. നൂറ ജനിച്ചത് നവംബർ 25, 1999. ആദില ജനിച്ചത് ഓഗസ്റ്റ് 24, 1998. നൂറയുടെ ഇപ്പോഴത്തെ വയസ്സ് 25, ആദിലയുടെ ഇപ്പോഴത്തെ വയസ്സ് 26. നെക്സ്റ്റ് നമ്മുടെ BBയിലെ അഡ്വക്കേറ്റും അതിലെ ഡാൻസറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ശൈത്യ സന്തോഷ്. ശൈത്യ ജനിച്ചത് നവംബർ 11, 1997. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രായം എന്നുള്ളത് 27. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈശാന്റെ കുടുംബത്തിൽ നിന്നുമുള്ള സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നി ജനിച്ചത് മാർച്ച് 26, 1998. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏജ് 27. നെക്സ്റ്റ് നമ്മുടെ സീരിയൽ ആക്ട്രസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ സ്റ്റാർ മാജിക് താരവുമായിട്ടുള്ള അനുമോള് ജനിച്ചത് ഏപ്രിൽ 24, 1995. അപ്പം ഇപ്പോഴത്തെ വയസ്സ് 30. നെക്സ്റ്റ് BB ഹൗസിലെ ഗായകനായിട്ടുള്ള അക്ബറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് നോക്കിയാലോ. അക്ബർ ഖാൻ ജനിച്ചത് മെയ് 11, 1994. ഇപ്പോഴത്തെ വയസ്സ് 31. നെക്സ്റ്റ് നമ്മുടെ സിനിമാ താരം അപ്പാനി ശരത്തിനെ നോക്കാവേ. അപ്പാനി ശരത്ത് ജനിച്ചത് ഏപ്രിൽ 15, 1992. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അപ്പാനി ശരത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് 33. നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ രേണുസുതിയാണ്. രേണുസുതിയുടെ ഏജിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് ട്രോളും കാര്യങ്ങളും കമന്റ്സും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ 7, 1991. നെക്സ്റ്റ് ഫാഷൻ കൊറിയോഗ്രാഫറായ നെവിൻ ജനിച്ചത് ഏപ്രിൽ 15, 1991. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം 34. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹിന്ദി ബിഗ് ബോസിൽ നിന്നും വന്ന മോഡലായിട്ടുള്ള ഗിസേൽ തക്രാൾ. ഗിസേൽ ജനിച്ചത് സെപ്റ്റംബർ 2, 1990. ഇപ്പോൾ 34 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള താരമായിട്ടുള്ള അഭിലാഷ് ജനിച്ചത് നവംബർ 7, 1990. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയസ്സ് 34 കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്തത് ഒനീൽ സാബു ജനിച്ചത് ഡിസംബർ 26, 1988. ഇപ്പോൾ വയസ്സ് 36. അടുത്തത് കോമണർ ആയിട്ടുള്ള അനീഷ് ജനിച്ചത് ജൂലൈ 13, 1987. ഇപ്പോൾ വയസ്സ് 38 കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ അവതാരികയുമായിട്ടുള്ള ശാരിക ജനിച്ചത് മാർച്ച് 6, 1986. ഇപ്പോൾ ശാരികയ്ക്ക് 39 വയസ്സ്. നെക്സ്റ്റ് സിനിമാ താരവും അതേപോലെ കോമഡി താരവുമായിട്ടുള്ള കലാഭവൻ സരിക ജനിച്ചത് ജൂൺ 21, 1985. അപ്പോൾ ഇപ്പോൾ വയസ്സ് 40. അടുത്തതായിട്ട് സീരിയൽ താരമായിട്ടുള്ള ഷാനവാസ് ജനിച്ചത് ജനുവരി 11, 1981. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 44. നെക്സ്റ്റ് ആണ് നമ്മുടെ രഞ്ജിത്ത് മുൻഷി ജനിച്ചത് നവംബർ 15, 1972. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 52. എന്തൊക്കെ പറഞ്ഞാലും പ്രായം എന്നുള്ളത് നമ്മുടെ
ഗെയിമിനോ നമ്മുടെ ബിഗ് ബോസിനോ ഒന്നുമല്ല. പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ മാത്രമായ സ്ഥിതിക്ക് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരെങ്ങനെ ഓരോന്നിനെയും നേരിടുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലുത്. അവരുടെ പ്രായത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ഇനി ഈ വയസ്സല്ല മറ്റ് വയസ്സുകളാണ്, ഇതിൽ കൂടുതലാവാൻ കുറവാകാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പ്രായം എന്ന് പറയുന്നത് ഒന്നുമല്ല, അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ പ്രായത്തെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അറിഞ്ഞിരിക്കുന്ന ചുമ്മാ രസത്തിന് വേണ്ടി പറയുന്നു എന്നല്ലാതെ അവരുടെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ അവരുടെ ഗെയിം എങ്ങനെ അവർ നോക്കി കാണുന്നു, കളിക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏജ് എന്ന് പറയുന്നത് ഒരാളുടെയും പെർഫോമൻസിനെയും ബാധിക്കുന്ന ഒന്നുമല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ മാത്രമാണ്. ബിഗ് ബോസിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഗെയിംസ് കളിക്കാനും നല്ല അടിപൊളിയായിട്ട് പെർഫോം ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. കൂടുതൽ നല്ല കളികൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലേ? അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.